ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. നമ്മൾ ഇന്ന് സിഡ്നിയിലുള്ള മാൻലി ബീച്ചിലോട്ടുള്ള യാത്രയാട്ടോ. ഇത് സിഡ്നിയിലെ വൺ ഓഫ് ദ ഫേമസ് അട്രാക്ഷൻ സൈറ്റാണ് മാൻലി ബീച്ച്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ബീച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ സർക്കുലർ ക്വേന്ന് ഫെറി എടുത്തിട്ട് വേണം മാൻലി ബീച്ചിലോട്ട് പോകാനായിട്ട്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഫെറി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേ ഫെറി വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് പോവേണ്ട ഫെറി. അപ്പോൾ നല്ല തിരക്കുണ്ട് അത്യാവശ്യം. അപ്പോൾ നമുക്ക് പോകാനുള്ള ഫെറി എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിൽ കയറുവാട്ടോ. ഇത് അവിടെ നിന്ന് തിരിച്ച് വന്നിരിക്കുന്ന മാൻലി ബീച്ചിൽ നിന്ന് റിട്ടേൺ വന്നിരിക്കുന്ന ഫെറി ആട്ടോ. അപ്പോൾ ഇതിലുള്ള ആൾക്കാർ ഇറങ്ങിയതിന് ശേഷം നമുക്കിതിൽ കയറാം. സർക്കുലർ കോയിലാണ് ഇപ്പോൾ ഈ ഫെറി എത്തിയിരിക്കുന്നത്. നമ്മളിവിടെ നിന്നാണ് കയറുന്നത്. $9 ആട്ടോ അപ്പ് ആൻഡ് ഡൗൺ ട്രാവലിങ്ങിന് വരുന്ന ചാർജ്. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് ഫെറിയിൽ കയറുവാണ്. അത്യാവശ്യം നല്ല എല്ലാ സൗകര്യങ്ങളോടും കൂടിയ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഫെറി ആട്ടോ. താഴെയും സീറ്റിംഗ് ഉണ്ട്, മുകളിലും സീറ്റിംഗ് ഉണ്ട്, പുറത്തേക്കും സീറ്റിംഗ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം സീറ്റും കാര്യങ്ങളും ഉണ്ട്. നല്ല സൗകര്യമുള്ള ടോയ്ലറ്റ് സൗകര്യങ്ങളൊക്കെ ഉള്ള ഫെറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിതിൻ്റെ പുറത്തേക്കാണ് ഇരിക്കുന്നത്. പുറത്തിരുന്നാലാണല്ലോ നമുക്ക് വ്യൂസൊക്കെ കാണാൻ പറ്റുന്നത്. ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നല്ലൊരു വ്യൂ ആണ്. ഇതിൻ്റെ ഒരു സൈഡിൽ ഒപ്പേറ ഹൗസും അപ്പുറത്തെ സൈഡിൽ ഹാർബർ ബ്രിഡ്ജും ആണ് കേട്ടോ ഉള്ളത്. കണ്ടോ, നമുക്കിങ്ങനെ തിരിച്ച് ബാക്കിൽ കാണാൻ പറ്റും ബ്രിഡ്ജ് നിൽക്കുന്നത്. അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഒപ്പേറ ഹൗസ് ഉള്ളത്. അപ്പോൾ ആളുകളെല്ലാം പിക്ചേഴ്സ് എടുക്കുന്നുണ്ട്. ഇന്ന് നല്ല കാറ്റും ഉള്ള ഒരു ദിവസമാണ്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫെറിക്ക് നല്ല കുലുക്കമുണ്ട് കേട്ടോ. നമുക്ക് ഇൻഷുറൻസ് ഉണ്ടോ, നമുക്ക് അപകടം പറ്റിക്കഴിഞ്ഞാൽ നമ്മളെങ്ങനെ രക്ഷപ്പെടും, ഞങ്ങൾക്ക് നീന്തൽ അറിയത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടാട്ടോ നമ്മൾ പോകുന്നത്. നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല ഇളക്കമുണ്ട് കേട്ടോ. ഇത് ഞാൻ ഫോണ് ഇളക്കുന്നതല്ല, ശരിക്കും ഫെറി കിടന്ന് ഒലയുന്നതാട്ടോ. നല്ല കാറ്റുള്ള ദിവസമാണ്, മഴയും പെയ്യുന്നുണ്ട്. പക്ഷേ ആൾക്കാരെല്ലാം ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ്. എല്ലാവരും ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂസ് കണ്ട് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തു നിന്നുള്ള ആൾക്കാർ ഈ ഫെറിയിലുണ്ടെന്ന് എനിക്ക് തോന്നി. എല്ലാ സംസ്കാരങ്ങളും ഒരുമിച്ചുള്ളൊരു സ്ഥലമായിട്ട് എനിക്കിത് ഫീൽ ചെയ്തു. ഒത്തിരി രാജ്യത്തു നിന്നുള്ള ഡിഫറെൻറ്റ് കൺട്രീസിൽ നിന്നുള്ള ആൾക്കാർ ഈ ഫെറിയിലുണ്ട് കേട്ടോ. ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു യാത്രയായിരുന്നു. ഭയങ്കര രസമാണ്. നല്ല സ്പീഡിലാണ് പോകുന്നത്. നല്ല കാറ്റുണ്ട്. പിന്നെ ഇതിൻ്റെ ചുറ്റുമുള്ള വ്യൂസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. നമ്മൾ ഒപ്പേറ ഹൗസൊക്കെ നമ്മൾ ഇത്രയും കറക്റ്റ് വ്യൂ കിട്ടണമെങ്കിൽ നമ്മൾ ഈ ഫെറിയിൽ തന്നെ പോകണം. ഇതിനുള്ളിൽ അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉണ്ട്. ടോയ്ലറ്റ് സംവിധാനങ്ങളുണ്ട്, ചെറിയൊരു കഫേ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫുഡ് വേണമെങ്കിലും ടോയ്ലറ്റിൽ പോകാനൊക്കെയുള്ള സൗകര്യങ്ങൾ ഇതിലുണ്ട്. ഒത്തിരി ദൂരമില്ല, 10-20 മിനിറ്റാണ് നമ്മുടെ വെസ്റ്റിലെ സർക്കുലർ ക്യൂന്ന് മാൻലി ബീച്ചിലോട്ടുള്ള ദൂരം. അപ്പോൾ നമ്മുടെ ഫെറി നമ്മളെ പറപ്പിച്ച് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. താഴെയൊക്കെ നിറച്ച ആളുകളുണ്ട് കേട്ടോ. നമ്മൾ ആദ്യം കയറിയത്, നമുക്ക് പിന്നാലെ ഒത്തിരി പേര് ഫെറിയിൽ കയറിയിരുന്നു കേട്ടോ. ഒന്ന് സാറ്റർഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമ്മളിതേ നമ്മുടെ ഡെസ്റ്റിനേഷനിലെത്തി. അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് പുറത്തേക്ക് ഇറങ്ങുക കേട്ടോ. ഇതാണ് ഇതിൻ്റെ അകത്തുള്ള സീറ്റിങ്. കണ്ടോ, നല്ല സ്പേഷ്യസ് ആണ്. സീറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. അങ്ങനെ നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള ചെയറും കാര്യങ്ങളൊക്കെയാണ്. നമ്മളിപ്പോൾ മാൻലി ബീച്ചിലെത്തിയിട്ടുണ്ട്. മാൻലി ബീച്ചിലെ ഫെറി സ്റ്റേഷനാണ് കേട്ടോ നിങ്ങളീ കാണുന്നത്. അത്യാവശ്യം തിരക്കുള്ള ഒരു ദിവസമാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ശരിക്കും ഇവിടെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് സാധാരണ ഒരു സ്റ്റേഷനായിട്ടാണ് ഫീൽ ചെയ്തത്. പക്ഷെ നമ്മൾ ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് നമ്മൾ ശരിക്കും വണ്ടറായത് കേട്ടോ. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ശരിക്കും നമ്മൾ വണ്ടറായത് ഈ സ്റ്റേഷനിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാട്ടോ. നമ്മളൊരു ബീച്ച് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചത് ഒരു സാധാ ബീച്ച് അങ്ങനെയേ നമ്മൾ വിചാരിച്ചുള്ളൂ. ഇത് ആക്ച്വലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ടൗൺ ഏരിയ ആയിട്ടാട്ടോ ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ ഫെറി സ്റ്റേഷൻ്റെ ഉൾഭാഗമാണ് ഈ കാണുന്നത്. ഇവിടെ കഫറ്റേരിയാസും ടോയ്ലറ്റ്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇതാട്ടോ നമ്മുടെ മാൻലി ബീച്ചിലേക്കുള്ള എൻട്രൻസ് ആണ് നിങ്ങൾ ഈ കാണുന്നത്. കണ്ടു, ഇതൊരു ഒരു സിറ്റി ആയിട്ടാണ് ഇവർ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ചെറിയൊരു ഹോസ്പിറ്റൽ ഉണ്ടെന്നാണ് പറഞ്ഞത്. പിന്നെ കഫറ്റേരിയാസ് ഉണ്ട്, ഫുഡ് സ്റ്റേഷൻസ് ഉണ്ട്, ടോയ്ലറ്റ്സ് ഉണ്ട്, ചേഞ്ചിങ് റൂമുകളുണ്ട്. അങ്ങനെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഇതാണ് ഫെറി സ്റ്റേഷൻ്റെ ഫ്രണ്ട് ഭാഗം. കണ്ടോ, ഇത് അത്യാവശ്യം വലിയൊരു സ്റ്റേഷനാട്ടോ. എല്ലാ സൗകര്യങ്ങളോടും കൂടിയ ഒരു സ്റ്റേഷനാണ്. നിങ്ങൾക്ക് അതിൻ്റെ പേര് എഴുതിയേക്കുന്നത് കാണാം. മാൻലി വാഫ് എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എപ്പോഴും തിരക്കുള്ള ഒരു സ്റ്റേഷനാണ്. കാരണം സിഡ്നിയുടെ വൺ ഓഫ് ദ മോസ്റ്റ് അട്രാക്റ്റീവ് സൈറ്റാണ് ഈ മാൻലി ബീച്ച് കേട്ടോ. അങ്ങനെ നമ്മൾ അവസാനം ഈ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ആൾക്കാർ ബീച്ച് കണ്ടിട്ട് തിരിച്ച് ഫെറി കയറാൻ വേണ്ടി പോകുന്ന ആൾക്കാരാട്ടോ ഇത്.
ഇതാണ് നമ്മളുടെ ഇതിൻ്റെ ഉൾഭാഗം കണ്ടോ. ഇതാണ് ബീച്ചിലേക്കുള്ള വഴി. ഇവിടെ വാർ മെമ്മോറിയലിൻ്റെ ഒരു സ്തൂപം ഇവിടെ ഉണ്ട് കണ്ടോ. ഇതാണ് ബീച്ചിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത്. അത്യാവശ്യം മഴ ചാറുന്നുണ്ട്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല ഇതൊരു ബീച്ചിലേക്കുള്ള എൻട്രൻസ് ആണ്. ഈ സൈഡിൽ മുഴുവൻ കഫറ്റേരിയാസ് ഉണ്ട്. മെയിനായിട്ട് ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ ഷോപ്സാണുള്ളത്. പിന്നെ സ്റ്റാർബക്സിൻ്റെ ഒരു ഷോപ്പുണ്ട്. അങ്ങനെ കോഫിക്കാണെങ്കിൽ സ്വീറ്റ്സ് ഉണ്ട് കണ്ടോ. ഇതൊക്കെ ഇതിൻ്റെ സറൗണ്ടിങ്സ് ആട്ടോ. വളരെ നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു പ്ലേസ് ആട്ടോ. കഫറ്റേരിയാസൊക്കെ അത്യാവശ്യം ബിസിയാണ്. ഇവിടെ ഒരാൾ കണ്ടോ പാട്ട് പാടുന്നുണ്ട്. നല്ല രസമാട്ടോ അത് കണ്ടുകൊണ്ടിരിക്കാൻ. അങ്ങനെ ഒത്തിരി ഇതുണ്ട്. ഇത് ഐസ്ക്രീമിൻ്റെ ഒരു ഷോപ്പാണ്. ഫിഷ് ആൻഡ് ചിപ്സിൻ്റെ കടയുണ്ട്. പിന്നെ ചാരിറ്റി ഷോപ്പുകളുണ്ട്, ലിക്കർ ഷോപ്പുകളുണ്ട്. അങ്ങനെ ഒരുവിധം നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അടിച്ചു പൊളിക്കാൻ പറ്റിയ ആവശ്യമുള്ള എല്ലാ തരം സാധനങ്ങളും ഇവിടെ അവൈലബിൾ ആണ് നമ്മൾ പോകുന്ന വഴിക്ക്. പിന്നെ ഡ്രസ്സിൻ്റെ കടകളുണ്ട്. ഇതൊരു കബാബ് കടയാണ്. അതിൻ്റെ അപ്പുറത്ത് കണ്ടത് ഒരു സുഷി ഷോപ്പാട്ടോ. ഇതാണിപ്പോൾ നമ്മൾ ബീച്ചിലേക്ക് പോവുകയാണ്. നിങ്ങൾ അറ്റത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബീച്ച് എത്താറായി. ഇവിടെ ഒരു ചർച്ചുണ്ട്, ഹോസ്പിറ്റലുണ്ട്, ബസ്സുണ്ട്. ഇതിൻ്റെ മറ്റ് ഭാഗങ്ങളിലേക്ക് ഈ ബീച്ചിൻ്റെ തന്നെ തെക്കും വടക്കും പടിഞ്ഞാറൊക്കെ ആയിട്ട് പല പല ഡെസ്റ്റിനേഷൻസ് ഉണ്ട്. അപ്പോൾ അവിടേക്കൊക്കെ പോകാൻ ബസ് സൗകര്യങ്ങളുണ്ട്. ഇതൊരു ചാരിറ്റി ഷോപ്പാട്ടോ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ആൾക്കാർ അവരുടെ ഡ്രസ്സും ബാഗ് അങ്ങനെയുള്ള നിത്യോപയോഗ സാധനങ്ങളെല്ലാം ഡൊണേറ്റ് ചെയ്യുന്നതാണ്. നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ പറ്റും ക്ലിയറൻസ് സെയിലിൽ. അപ്പോൾ ഇതൊക്കെ അവിടുത്തെ ഇപ്പോൾ ആൾക്കാർ ബീച്ചിലേക്ക് പോകുമ്പോൾ ബീച്ച് കോസ്റ്റ്യൂമൊക്കെ ഇവിടെ നിന്ന് വാങ്ങാറുണ്ട്. ഫൈനലി നമ്മൾ ബീച്ചിലേക്ക് എത്തിയിട്ടോ. അപ്പോൾ മഴയാണ്, നല്ല കാറ്റുണ്ട്. അതുകൊണ്ട് ബീച്ചിൽ ഇറങ്ങി കളിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. അവർ ബീച്ച് ക്ലോസ് ചെയ്തേക്കുവാണ്. പക്ഷെ നമുക്ക് ബീച്ച് കാണാൻ പറ്റും, ഫുഡ് എൻജോയ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ ചുറ്റുമായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും. വെള്ളത്തിൽ ഇറങ്ങിയിട്ടുള്ള എന്താ പറയുക സാഹസിക പ്രവർത്തനങ്ങളെല്ലാം ഇന്നും നിരോധിച്ചിരിക്കുകയാണ്. കാരണം നല്ല കാറ്റുണ്ട്. അപ്പോൾ ഡേഞ്ചറായിട്ടുള്ള സിറ്റുവേഷൻ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റത്തില്ല. ഇതാട്ടോ, അതുകൊണ്ട് തന്നെ ആൾക്കാർ തീരത്ത് നിന്നാണ് ബീച്ച് വാച്ച് ചെയ്യുന്നത്. നമുക്ക് ഒരു അഴുക്കും എവിടെയും കാണാൻ പറ്റുന്നില്ല കേട്ടോ. അത്രയും നീറ്റ് ആൻഡ് ടൈഡി ആയിട്ടുള്ളൊരു ബീച്ചാണ്. എല്ലാ സ്ഥലത്തും തന്നെ വേസ്റ്റ് നിക്ഷേപിക്കാനുള്ള ബിന്നുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഒത്തിരി ആൾക്കാർ ജോഗിങ്ങിനും അല്ല കാണാനും ഒക്കെ ആയിട്ട് എൻജോയ് ചെയ്യാനൊക്കെ ആയിട്ട് ഫാമിലിയായിട്ടും ഫ്രണ്ട്സായിട്ടൊക്കെ നിറച്ച ആളുകളുണ്ട് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. ആൾക്കാർ ഒത്തിരി പേരുണ്ട് കേട്ടോ. നല്ല രസമുണ്ട്. നിറച്ച് മരങ്ങളും പിന്നെ നമുക്ക് ട്രാവലിങ്ങിൻ്റെ സൗകര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ല രസമായിട്ടുള്ളൊരു സെറ്റ് ചെയ്തിരിക്കുന്നൊരു സ്ഥലമാണ്. നമുക്ക് ഭയങ്കര റിലാക്സ് ആവാൻ വരാനും ഫാമിലിയൊക്കെ ആയിട്ട് വന്ന് ടൈം സ്പെൻഡ് ചെയ്യാനും പിള്ളേർക്ക് കളിക്കാനും അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലങ്ങളാട്ടോ. പിന്നെ ഇവിടെ ഒത്തിരി പക്ഷികളുണ്ട്. കൂട്ടായിട്ട് വന്നിരിക്കും കേട്ടോ. നമ്മൾ ഇതുവരെ കാണാത്ത നിറത്തിലും വലിപ്പത്തിലും ഒക്കെയുള്ള ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രാവിനെ പോലുള്ളൊരു പക്ഷിയാണ്. പക്ഷെ പ്രാവല്ല, കളറും അതിൻ്റെ സൈസും ഒക്കെ വ്യത്യാസമുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ സൈഡിലുള്ള റെസ്റ്റോറൻറ്റ്സും പിന്നെ ഷോപ്സൊക്കെ ആട്ടോ ഈ കാണുന്നത്. ഇതിൻ്റെ സൈഡിൽ നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയ പല സ്പോട്ടുകളുണ്ട്. ഈ കാണുന്നത് ആക്ച്വലി കിസ് സ്പോട്ടാണെന്നാണ് പറയുന്നത്. ഇവിടെ കപ്പിൾസ് സാധാരണ വന്ന് ഫോട്ടോഷൂട്ടൊക്കെ നടത്താറുണ്ട്. അങ്ങനെ കിസ് സ്പോട്ടായിട്ടാണ് ഇത് അറിയപ്പെടുന്നത് ഇപ്പോൾ കാണുന്ന സ്ഥലം. ഇതിൻ്റെ സൈഡിൽ മുഴുവൻ വലിയ വലിയ റിസോർട്ടുകളാട്ടോ. ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റ് കണ്ടോ. ടോയ്ലറ്റ് വരെ അവർ സെറ്റ് ചെയ്തിരിക്കുന്നത് അത്രയും സൂപ്പറായിട്ടാണ്. ഇത് ഇവിടുത്തെ വലിയൊരു ഹോട്ടലാണ്. ഇവിടെ മെയിനായിട്ട് കിട്ടുന്നത് ഫിഷ് ആൻഡ് ചിപ്സ് ആട്ടോ. കടലിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പിടിക്കുന്നു. ഇവിടെ കണ്ടോ സ്കൂബ ഡൈവിങ് പഠിക്കുന്ന പിള്ളേരാട്ടോ ഇത്. അപ്പോൾ അവരുടെ ട്രെയിനറും സ്റ്റുഡൻസും ആണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവർ ഓരോരുത്തരും ഒരു ട്രെയിനറും ഒരു സ്റ്റുഡൻറ്റുമായിട്ടാണ് ഇവിടെ അവർ പഠിക്കാൻ വരുന്നത്. അതിനുള്ള മെയിൻ സ്പോട്ടാണ്. നമ്മളിനി പോകുന്നത് ഒരു സാഹസിക പ്രവർത്തനത്തിനാണ്. നമുക്ക് ഈ സ്റ്റെപ്പ് കയറി നമ്മൾ മുകളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ ട്രക്കിംഗ് ആണ്. ഇതിൻ്റെ ചുറ്റും വലിയൊരു മലയുണ്ട്. നമ്മൾ ഈ സ്റ്റെപ്പ് മുഴുവൻ കയറി കടലിൻ്റെ മുകളിലൂടെയുള്ള ഈ മലയിൽ കൂടെ നടക്കണം. അത് അത്ര സ്മൂത്തായിട്ടുള്ള റോഡും കാര്യങ്ങളൊന്നുമല്ല. അവിടെ എല്ലായിടത്തും ഇത്തരത്തിൽ കണ്ടോ ഇങ്ങനത്തെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇങ്ങനത്തെ ഡ്രാഗൺസും പിന്നെ ഒത്തിരി ഫിഷാണെങ്കിലും സ്പെഷ്യലായിട്ട് ലോകത്തിൻ്റെ ഓസ്ട്രേലിയയിൽ മാത്രം കാണുന്ന പല ജീവികളുണ്ട്. അവരെല്ലാം പ്രൊട്ടക്റ്റഡ് ഏരിയയും കൂടിയാണിത്. ഇവരുടെ ജലസമ്പത്തും എന്താ പറയുക മൃഗസമ്പത്തെല്ലാം നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഒത്തിരി ടൈപ്പ് ഓഫ് റെപ്റ്റൈൽസ് നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. അവർ ഓരോ സൈഡിലും ഓരോ സ്ഥലത്തും എന്തൊക്കെ സ്പെഷ്യലായിട്ടുള്ള ജീവികളാണ് ഉള്ളതെന്ന് അവർ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ അവരെയും കൂടിയും പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് വേണം നമ്മൾ ഇതിലൂടെ നടക്കാനായിട്ട്. നമ്മളിപ്പോൾ ട്രക്കിംഗ് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ
ഇവിടുത്തെ സ്ഥലം എന്ന് പറഞ്ഞാൽ ടാറിട്ട റോഡൊക്കെ തന്നെയാണ്. അതുകൊണ്ട് നമുക്ക് കുറച്ച് നടക്കാൻ എളുപ്പമാണ്. ആൾക്കാർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള ചെയറും സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെ പക്ഷെ നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണ് നമ്മളിപ്പോൾ ഇത് കടലിൽ നിന്ന് നമ്മൾ അത്യാവശ്യം ഹൈറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മുടെ നാട്ടിലെ ടർക്കി കോഴി കേട്ടോ ഇത്. അത് ഏകദേശം അതുപോലെ ഇരിക്കുന്നൊരു കോഴിയാണ്. ഒത്തിരി പേരുണ്ട് കേട്ടോ. ആൾക്കാർ കണ്ടോ, ചില ഡ്രൈവിംഗ് സ്പീഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതായത് വളരെ പതുക്കെ നമുക്ക് ഡ്രൈവ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. കുറച്ച് ദൂരം കൂടി ചെന്ന് കഴിഞ്ഞാൽ വണ്ടി പോവത്തുമില്ല. ഒരു മിനിമം ദൂരം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അത്യാവശ്യം ടോപ്പിലെത്തിയിട്ടോ നടന്ന് കയറിയിട്ട്. ഇത് കണ്ടോ, ഇത് വളരെ മനോഹരമായിട്ടുള്ള ഒരു വ്യൂ ആട്ടോ. നമ്മൾ സ്വർഗത്തിലെത്തിയെന്നൊക്കെ നമുക്ക് തോന്നും. അത്ര ബ്യൂട്ടിഫുള്ളാണ്. നല്ല കാറ്റുണ്ടായിരുന്നു. പക്ഷേ ഭയങ്കര ഫ്രഷ് എയറാണ് നമ്മൾ ശ്വസിക്കുന്നത്. എന്ത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്ഥലമാണെന്നറിയും. നമ്മൾ ആക്ച്വലി ഇപ്പോൾ മാൻലി ബീച്ചിൽ നിന്ന് നടന്ന് ചെല്ലുന്നത് അറ്റത്ത് കാണുന്ന ആ ബീച്ചിലോട്ടാട്ടോ. അവിടേക്കാണ് നമുക്ക് ചെല്ലേണ്ടത്. അപ്പോൾ അത്യാവശ്യം ദൂരമുണ്ട്. നമ്മൾ ഈ വഴി മുഴുവൻ നടന്ന് ഈ കോസ്റ്റൽ ഏരിയ മുഴുവൻ നടന്ന് അവിടേക്ക് എത്തണം. ഇതിൻ്റെ സൈഡിൽ മുഴുവൻ റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്. ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഒത്തിരി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പിന്നിലൊക്കെ ആയിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ആൾക്കാർ കണ്ടോ ജോഗിങ്ങിനും ബാക്കി ഫാമിലി ആയിട്ടൊക്കെ ഒത്തിരി പേര് നടക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വ്യൂ ആണ്. എന്താ പറയുക, നമ്മൾ ഭയങ്കര റീഫ്രഷ് ആവും. നമുക്ക് ഭയങ്കര നല്ലൊരു ഓക്സിജനും നല്ല ശുദ്ധമായി ശ്വസിക്കാൻ പറ്റും. നമുക്ക് തന്നെ ഒരു നമ്മുടെ മൈൻഡൊക്കെ നല്ല ഫ്രഷായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള മൊമെൻ്റാണ്. ഞാനും സോണി ചേച്ചിയാണ് കേട്ടോ ഈ ട്രിപ്പിന് ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്. ഞങ്ങൾ 2 സ്ത്രീകൾ ധൈര്യമൊക്കെ സംഭരിച്ച് അങ്ങ് പോകുന്നതാട്ടോ ഒരു ട്രിപ്പിന്. അപ്പോൾ നമുക്ക് ഓസ്ട്രേലിയ ആയതുകൊണ്ട് നമുക്കങ്ങനെ സ്ത്രീ പുരുഷ വ്യത്യാസമൊന്നുമില്ല. ഭയങ്കര ധൈര്യമായിട്ട് എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം. ഇത് കണ്ട് ഇതൊരു ഫോട്ടോ സ്പോട്ടാട്ടോ. ഇത് വലിയൊരു ഫാമിലി ഒന്നിച്ച് വന്നേക്കുന്നതാണ് ഒരു ട്രിപ്പിന്. ഇതൊരു ഫോട്ടോ സ്പോട്ടാണ്. അപ്പോൾ ആൾക്കാർ ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. ഒരു പുള്ളിക്കാരി പോസ് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് എല്ലാ ഏജിലുള്ള ആൾക്കാർ ഇവിടെ കാണാം കേട്ടോ. നമ്മുടെ നാട്ടിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇവിടെ എന്ത് എനർജറ്റിക് ആണെന്നറിയോ ആൾക്കാർ. ഇപ്പോൾ ഒരു 10-80 വയസ്സ് കഴിഞ്ഞ ആൾക്കാർ പോലും വളരെ ഈസി ആയിട്ട് ഈ കുന്നും മലയും എല്ലാം നടന്ന് കയറി ഈ പ്രകൃതി എല്ലാം ആസ്വദിച്ചാട്ടോ നടക്കുന്നത്. ഞാൻ കുറച്ച് നടന്നു കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ അത്യാവശ്യം കിതച്ച് ശ്വാസമൊക്കെ മുട്ടി തുടങ്ങിയായിരുന്നു. കാരണം നമ്മൾ അത്യാവശ്യം ഹൈറ്റിലാണുള്ളത്. പിന്നെ നല്ല ദൂരമുണ്ട് നടക്കാനായിട്ട്. ഇനി പോകും തോറും ഇത്രയും ഈസി ആയിട്ടുള്ള റോഡ് മാറി നമ്മൾ ഇച്ചിരി ശരിക്കും ട്രക്കിങ്ങിൻ്റെ പോലെയുള്ള അത്ര കറക്റ്റ് വഴിയൊന്നും ഇല്ലാതെ കല്ലും മണ്ണും ഒക്കെ ആയിട്ടുള്ള വഴി കൂടി ഇനി നടക്കാനുണ്ട്. ഇപ്പം നമ്മൾ നടക്കുന്നത് വളരെ നല്ല റോഡിൽ കൂടിയാട്ടോ. പക്ഷെ ഒത്തിരി ആൾക്കാരുണ്ട്, പല പ്രായത്തിലും ഉള്ള ആൾക്കാരുണ്ട് കേട്ടോ. എല്ലാവരും വളരെ ഈസിയായിട്ട് നമ്മൾ ഈ നടക്കുന്ന വഴിക്കാട്ടോ നമ്മൾ ഈ ചെമ്പരത്തി കണ്ടത്. നമുക്ക് ഭയങ്കര സന്തോഷമായി. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ എന്താ പറയുക, ഹരിതാപവും പച്ചപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. ചെമ്പരത്തി കണ്ടപ്പോൾ നമുക്ക് ശരിക്കും നാടൊക്കെ മിസ് ചെയ്തു കേട്ടോ. അങ്ങനെ പിന്നെ ഒത്തിരി വെൽ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു സിറ്റിയാണിത്. ഓസ്ട്രേലിയ പൊതുവേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. കണ്ടോ, ബ്ലൂ വാട്ടർ ആട്ടോ. ഒരു സൈഡിലെത്തിയപ്പോൾ നമുക്ക് നല്ല ക്ലിയർ ആയിട്ടുള്ള ബ്ലൂ വാട്ടർ ആട്ടോ കാണാൻ പറ്റുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. നിങ്ങൾ എന്നെങ്കിലും നിങ്ങളുടെ ലൈഫിൽ സിഡ്നിയിൽ വരുവാണെങ്കിൽ നിങ്ങൾ ഈ ബീച്ച് മിസ് ചെയ്യരുത്. ഫെറി വഴിയുള്ള ട്രാവലും ഒപ്പം തന്നെ ബീച്ച് മിസ് ചെയ്യരുത് കേട്ടോ. നമ്മൾ പോകുന്തോറും വഴിയുടെ സൈസ് കുറഞ്ഞു വരുന്നുണ്ട്. കടൽ കൂടുതലും നമുക്ക് നടക്കാനുള്ള സ്ഥലങ്ങൾ കുറഞ്ഞും വന്നു തുടങ്ങിയിട്ട്. ഇവിടെ ഒരു കടൽക്കാക്കയാന്ന് തോന്നുന്നു, എന്ത് പക്ഷിയെന്ന് അറിയത്തില്ല. ചിറകൊക്കെ വിരിച്ച് നിൽപ്പുണ്ട്, പോസ് ചെയ്ത് നിൽപ്പുണ്ട്. നമ്മൾ നല്ല ഹൈറ്റിലെത്തിയിട്ടോ. ഇപ്പോൾ അത്യാവശ്യം നല്ല ഹൈറ്റിലാണ്. മഴയുണ്ട്, നല്ല കാർമേഘമുണ്ട്. പക്ഷെ കണ്ടോ, കടൽ നല്ല ആർത്തെരുമ്പുന്ന കടലാട്ടോ. നല്ല കാറ്റാണ് ഇന്നിവിടെ. മഴ പെയ്ത് ഇവിടെ എല്ലാം വെറ്റായി കിടക്കുവാണ്. പക്ഷെ നല്ല രസമാട്ടോ. നമ്മളിങ്ങനെ നല്ല ഓക്സിജനൊക്കെ ശ്വസിച്ച് നല്ല റിലാക്സ് ചെയ്താട്ടോ നടക്കുന്നത്. അത്യാവശ്യം കിതപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. അപ്പം നമ്മുടെ തിരിച്ചു വരുന്നവരെല്ലാം അത്യാവശ്യം കിതച്ച് വയ്യാതെയാട്ടോ വരുന്നത്. കാരണം ഇതൊരു ലോങ് വോക്കാണ്. പക്ഷെ നല്ല രസമാണ്. നമ്മുടെ ലൈഫിൽ കിട്ടും നമുക്ക് നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ട്. നമുക്ക് ഇടയ്ക്ക് വയ്യാതെ റെസ്റ്റ് ചെയ്യാനായിട്ട് ഇഷ്ടം പോലെ റെസ്റ്റിംഗ് ഏരിയാസും ചെയേഴ്സും ഒക്കെ ഉണ്ട് കേട്ടോ. ബെഞ്ചൊക്കെ ഉണ്ട്. ആൾക്കാർ ഒത്തിരി പേര് അങ്ങനെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ സ്ഥിരമായിട്ട് നടക്കാനും ഓടാനൊക്കെ വരുന്ന ആൾക്കാരുണ്ട് കേട്ടോ. ഞങ്ങൾ ആദ്യത്തെ പ്രാവശ്യം തന്നെ വന്നപ്പോൾ തന്നെ ഞങ്ങൾ അത്യാവശ്യം തളർന്നു. പിന്നെ ഇപ്പോൾ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ധൈര്യമാണ്. പൊതുവേ ഓസ്ട്രേലിയയിൽ പാമ്പുണ്ട് കേട്ടോണ്ട് ഞങ്ങൾ നല്ലോണം പേടിച്ചാണ് ആദ്യം വന്നത്. പക്ഷേ ഇവിടെ ഈ റോഡൊക്കെ കണ്ടപ്പോൾ നമ്മൾ ട്രക്കിങ്ങിന് ആദ്യം പോകണമെന്ന് ഓർത്ത് പാമ്പിനെ പേടിച്ചിട്ട്. പിന്നെ ഞങ്ങൾ ഓർത്ത് ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ തിരിച്ചു പോരാമെന്ന് വിചാരിച്ചു. എന്തായാലും രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് ഇറങ്ങി. അങ്ങനെ കണ്ടോ, ഇത്
കണ്ടോ, ഗ്രീനും ബ്ലൂവും മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാട്ടോ. ആകാശം കണ്ടോ, നല്ല ഇപ്പോൾ തെളിഞ്ഞു തുടങ്ങി, മഴയൊക്കെ നിന്നു, എന്താ പറയുക, ബ്ലൂ ആകാശമായിട്ട് വന്നു തുടങ്ങി കേട്ടോ. അത് അടുത്തൊരു ലവ് സ്പോട്ടാണ്. ഇവിടെ ഇത് ലവ് സ്പോട്ട് ആണ്, മറ്റേത് കിസ് സ്പോട്ടായിരുന്നു. ഇത് ലവ് സ്പോട്ടായിട്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ, ഇവിടെയും ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ നിങ്ങൾക്ക് ഇടയ്ക്ക് കാണാൻ പറ്റും എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. വീണ്ടും ഒരു കാക്കേനെ കണ്ടു. കാക്ക നല്ല ഭംഗിയിൽ പോസ് ചെയ്തുകൊണ്ട് ഇരിപ്പുണ്ട്. എന്ത് പക്ഷിയാണ് നമുക്കറിയില്ല, ചിലപ്പോൾ കാറ്റ് കൊള്ളുന്നതായിരിക്കും. അങ്ങനെ ഒത്തിരി വെറൈറ്റി ഓഫ് ജീവികളെ നമുക്കിവിടെ കാണാൻ പറ്റും കേട്ടോ. പല ജീവികളും ഓസ്ട്രേലിയയിൽ മാത്രമുള്ള ജീവികളാണ്. ഞങ്ങൾ ശരിക്കും കിതച്ച് വയ്യാതെയായി. ഞങ്ങളൊരു പോസ് എടുത്തു. നമുക്കിനി ഒത്തിരി ദൂരമല്ല കേട്ടോ, ആ കാണുന്നതാണ് നമ്മുടെ ഡെസ്റ്റിനേഷൻ. അവിടെ എത്തിക്കഴിഞ്ഞിട്ട് വേണം നമുക്ക് ശരിക്കുള്ള ട്രക്കിങ്ങിന് പോകാനായിട്ട്. ഇതിപ്പോൾ നല്ല സ്മൂത്തായിട്ടുള്ളൊരു ലോങ് വാക്കാണ്. ഇത് ഈ ബീച്ചിലൊരു മെയിൻ അട്രാക്ഷനാണ് ഈ വാക്ക്. ഇന്ന് മഴയായതുകൊണ്ടാണ് റോഡൊക്കെ കുറച്ചും കൂടി വെറ്റായി കിടക്കുന്നത്. സമ്മറിലൊക്കെ വരുവാണെങ്കിൽ നമ്മൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആയിരിക്കും കേട്ടോ. അങ്ങനെ ആൾക്കാർ എന്താ പറയുക, വാക്കിംഗ് ഷൂ ഒക്കെ ഇട്ടാണ് വന്നത്. നമ്മൾ വാക്കിംഗ് ഷൂ ഒന്നുമല്ല, സാധാ ഷൂ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. കാരണം നമ്മളിങ്ങനെ ഒരു നടത്തം ഇവിടെ അവൈലബിൾ ആണെന്ന് സത്യം പറഞ്ഞാൽ നമുക്കറിയില്ലായിരുന്നു. നമ്മൾ ജസ്റ്റ് ഒരു ബീച്ച് കണ്ട് തിരിച്ചു പോകാമെന്നുള്ള വിചാരത്തിലാണ് വന്നത്. ഇപ്പോൾ സ്കൂബ ഡൈവേഴ്സ് കണ്ടോ, അവർ അവിടെ നിന്ന് ചാടിയതാട്ടോ, മറ്റേ തീരത്തുനിന്ന് അവരിവിടം വരെ വന്ന് ഇപ്പോൾ ഓക്സിജനൊക്കെ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ എല്ലാ സേഫ്റ്റി മെഷേഴ്സ് കൊടുത്തിട്ട് അവർ ഇവിടെ ട്രെയിൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒത്തിരി പിള്ളേരുണ്ടായിരുന്നു, കുഞ്ഞു പിള്ളേർ തൊട്ട് അവർക്ക് ഓരോ ട്രെയിനറായിട്ട് രണ്ടുപേരും ഒരുമിച്ചാട്ടോ ചെയ്യുന്നത്. ഇതെല്ലാം പെൺകുട്ടികളാട്ടോ. കണ്ടോ, പെൺകുട്ടികളാണ് ഇതെല്ലാം ചെയ്യുന്നത്. ഈ രാജ്യത്തിൻ്റെ പ്രത്യേകത ഇവിടെ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണെന്നുള്ള ഒരു വ്യത്യാസമില്ല. എല്ലാവരും ഈക്വലാണ്, എല്ലാവർക്കും സെയിം റൈറ്റ്സ് ഉണ്ട്. അവിടെ ഒരു കപ്പിളുണ്ട് കേട്ടോ ലവ് സ്പോട്ടിൽ. അങ്ങനെ ഒത്തിരി പേരുണ്ട് കേട്ടോ. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഈവനിങ് ആണ്. ഒന്നും പറയാനില്ല, അത്ര എക്സൈറ്റഡ് ആണ്. ഈ കാണുന്നത് നമ്മൾ ഒത്തിരി ഉള്ളിലേക്കായിട്ട് ഇപ്പോൾ നടന്നു വന്നു. ഈ ഉള്ളിലെത്തിക്കഴിയുമ്പോൾ ഉള്ള ഒരു ടോയ്ലറ്റ് സംവിധാനമാണ് ഇവിടെ ഉള്ളത്. വളരെ നീറ്റും ടൈഡിയും ആയിട്ട് ഇവിടുത്തെ ടോയ്ലറ്റ്സ് എല്ലാം എന്താ പറയുക, സൗകര്യങ്ങളോടും കൂടി ടോയ്ലറ്റ്സ് ആണുള്ളത്. അതുകൊണ്ട് വലിയൊരു എന്താ പറയുക, എനിക്കൊന്നും പറയാൻ വാക്കുകൾ കിട്ടുന്നില്ല. അങ്ങനെ മനോഹരമായിട്ട് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അത് അടുത്തൊരു, നിങ്ങൾക്ക് തോന്നുന്നത് സെയിം സ്പോട്ടാണ്, ഡിഫറെൻറ്റ് സ്പോട്ടുകളാട്ടോ. നമ്മളിനി മെയിൻ ട്രക്കിങ്ങിലോട്ട് കടന്നു. ഇതിപ്പം മെയിൻ റോഡ് അവസാനിച്ചു. നമ്മളിപ്പോൾ വലിയൊരു അത്യാവശ്യം കാടെന്ന് പറയാവുന്ന ഒരു സ്ഥലത്തിൻ്റെ ഉള്ളിൽ കൂടിയാണ് നടക്കുന്നത്. ശരിക്കും ഞങ്ങൾക്ക് നല്ല പേടിയുണ്ട്. ഞങ്ങൾ നിലത്തൊക്കെ നോക്കിയാണ് നടക്കുന്നത്. പാമ്പുണ്ടോ, നടക്കുന്നതിനല്ല നമുക്ക് പേടി, പാമ്പുണ്ടോ. ഓരോ വേരും ഓരോ മരത്തിൻ്റെ വള്ളിയൊക്കെ കാണുമ്പോൾ നമ്മൾ പാമ്പാണെന്ന് വിചാരിക്കുന്നത് കേട്ടോ. അത്യാവശ്യം പേടിച്ച് നടക്കുന്നത്. ഇങ്ങനെ ഇവിടെ ഓരോ സ്പോട്ടുകളുണ്ട്. നമ്മൾ ഈ ട്രക്കിങ്ങിൻ്റെ ഇടയ്ക്ക് ഓരോ സ്പോട്ടുകളുണ്ട്, മുകളിലേക്കും താഴേക്കും വഴികളായിട്ട്. അങ്ങനെ ഓരോ വഴികളിൽ ചെല്ലുമ്പോഴും നമുക്ക് ഓരോ ഡിഫറെൻറ്റ് വ്യൂസാട്ടോ കിട്ടുന്നത്. കണ്ടോ, ഇപ്പം നമ്മൾ ഒരു വഴി കൂടെ ഇങ്ങ് താഴേക്ക് ഇറങ്ങി കേട്ടോ. അപ്പോൾ നമ്മളിവിടെ എത്തുന്നത് നല്ലൊരു മെയിൻ ഒരു സ്പോട്ടിലോട്ടാണ്. ഇവിടെ ആരും ഇല്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ. പക്ഷെ ആൾക്കാർ പുറകെ ഉണ്ടായിരുന്നു. പക്ഷെ പലരും പല വഴിക്കായിട്ട്, പിന്നെ ഈ മല കയറി കഴിയുമ്പോൾ പല വഴിക്കായിട്ട് നമ്മൾ തിരിയും. അപ്പം ഞങ്ങളിപ്പോൾ ഈ വഴിയിലൂടെ അങ്ങ് ഇറങ്ങി. ഇവിടെ എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഇത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. കണ്ടു, ഇവിടെ നിന്ന് നമുക്ക് ഈ ഫുള്ള് ബീച്ച് കാണാൻ പറ്റും. അങ്ങനത്തെ ഒരു സ്പോട്ടാട്ടോ ഇത്. നിറച്ച് മരങ്ങളാണ്, ഭയങ്കര ഗ്രീനിഷ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. താഴെ ബ്ലൂ വാട്ടറാണ്. വീഡിയോയിലൊരു ഗ്രീൻ കളറാണ്, പക്ഷെ ഇത് ശരിക്കും ഒരു ബ്ലൂ വാട്ടറാണ്. ചുറ്റും നല്ല മരങ്ങളാണ്, ഭയങ്കര കാറ്റാണ്. ഭയങ്കര റീഫ്രഷിങ് ആയിട്ടുള്ള ഒരു എൻവയോൺമെൻറ്റാണ് കേട്ടോ. നമുക്കത് എക്സ്പീരിയൻസ് ചെയ്താലാണ് അതെങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യണം നമുക്കറിയില്ല. ഭയങ്കര രസമായിട്ടുള്ള സ്ഥലമാണ്. നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള ഒത്തിരി അട്രാക്ഷൻസ് ഉണ്ട്. പക്ഷെ ഇവിടെ കണ്ടു, വളരെ നീറ്റാണ്. ഇതൊരു കാടിൻ്റെ ഉള്ളിലായിട്ട് നിങ്ങൾ നോക്കൂ, എന്ത് മനോഹരമായിട്ട് നിൽക്കുന്നത്. നമ്മുടെ ടർക്കി കോഴി വീണ്ടും ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് ആ കാണുന്ന സ്റ്റെപ്പ് മുകളിലേക്ക് ഇനി കയറണം കേട്ടോ. നമ്മളതിൻ്റെ ഇടയ്ക്കുള്ള ഒരു സ്പോട്ടിൽ പയ്യെ നിന്നതാണ്. ഇനി ആ ടർക്കി കോഴി പോകുന്ന വഴിയിലൂടെ നമുക്കങ്ങ് കയറിപ്പോണത്. ആൾക്കാർ പട്ടീനെയൊക്കെ കൊണ്ട് നടക്കാൻ വരുന്നുണ്ട്. നമ്മളിതേ സ്റ്റെപ്പ് പയ്യെ കയറുവാണ്. പ്രത്യേകിച്ച് റോഡെന്ന് പറയാനൊന്നുമില്ല. പിടിച്ചും എല്ലാ കമ്പിയിലും മരത്തിലൊക്കെ പിടിച്ചിട്ടാണ് ഞാൻ കയറുന്നത്. സോണി ചേച്ചി വളരെ ഫാസ്റ്റായിട്ട് കയറിപ്പോയി. പക്ഷെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് പറ്റുന്നില്ല. ഫോണും കൂടെ പിടിച്ച് വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഞാൻ പയ്യാട്ടോ കയറുന്നത്. പിന്നെ ഷൂസും ഇച്ചിരി സ്ലിപ്പറിയാണ്. അതുകൊണ്ട് മഴയുള്ളത് കൊണ്ട് എല്ലാം അങ്ങനെ ഇച്ചിരി ഇതാണ്, നമുക്ക് സ്ലിപ്പാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്.
നമ്മൾ അങ്ങനെ പയ്യെ നോക്കിയൊക്കെയാണ് പോകുന്നത്. പിന്നെ എൻ്റെ ഉള്ളിൽ പാമ്പുണ്ടാവുമോ വേറെ വല്ല ജീവികളെയും കാണുമോ എന്നുള്ള ഒടുക്കത്തെ പേടിച്ചിട്ടാട്ടോ ഞങ്ങൾ നടക്കുന്നത്. പക്ഷെ ഭയങ്കര എക്സൈറ്റിംഗ് ആണ്, എല്ലാം ചെയ്യും വേണം, പക്ഷെ പേടിയാണ്. പേടിച്ചിരുന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരു കാര്യങ്ങളും നടക്കില്ലല്ലോ. അപ്പം ഞങ്ങൾ രണ്ടും കൽപ്പിച്ച് അങ്ങ് നടന്ന് നോക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോൾ വേറൊരു സ്പോട്ടിലെത്തിയേക്കും കേട്ടോ. ഇത് നല്ല മനോഹരമായിട്ടുള്ളൊരു സ്പോട്ടാട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. കണ്ട് നിറച്ച് മരങ്ങളൊക്കെ ആയിട്ട് നല്ല സ്ഥലമാണ്. എല്ലാ സ്ഥലത്തും ഇങ്ങനെ മുകളിലേക്ക് കയറിപ്പോകാൻ നിങ്ങൾക്ക് ഉള്ള ഇങ്ങനെ സ്റ്റെപ്സ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ സ്റ്റെപ്സ് കയറി പോകുന്നത്. ഇപ്പോൾ നമ്മൾ കുറച്ചും കൂടി താഴേക്കുള്ളൊരു സ്ഥലത്ത് കൂടെ ഇറങ്ങിയതാട്ടോ. അപ്പോൾ ഇവിടെ കണ്ട് പബിൾസാണ് ഫുള്ളുള്ളത്. അവിടെ ഒരു നീലപ്പൊന്മാനെ പോലെ ഒരു പക്ഷീനെ കാണാൻ പറ്റും. നമ്മൾ കടലിൻ്റെ തൊട്ടടുത്തെത്തിയിട്ടത് നമ്മൾ എൻറ്റയർലി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തിന് നേരെ ഓപ്പോസിറ്റ് സ്ഥലമാട്ടോ ഇത്. നമ്മൾ തിരിച്ച് വീണ്ടും കയറുവാണ്. ഇങ്ങനെ ഓരോരോ സ്പോട്ടുകൾ അവരവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾക്കാർ വേറൊരു സ്പോട്ടിൽ നിന്ന് ഇറങ്ങി കയറി വരുന്നതാണ് കാണുന്നത്. അത്യാവശ്യം തണുപ്പുണ്ട് കേട്ടോ, ഒന്ന് മഴയുണ്ട്, നല്ല തണുപ്പുണ്ട്, നല്ല കാറ്റുമാണ്. ഞങ്ങൾ ആ സ്പോട്ടിലോട്ട് ഇറങ്ങി ചെല്ലുക കേട്ടോ. കാരണം അവിടെ ഒത്തിരി പേർക്ക് നിൽക്കാനുള്ളൊരു സ്ഥലമില്ല, വഴിയും വളരെ ചെറുതാണ്, നിറച്ച് മഴ പെയ്ത് ചെടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ പയ്യതെ ഇറങ്ങി താഴേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. ആൾക്കാർ തിരിച്ച് കയറി വരുന്നുണ്ട്. നമ്മൾ ഓരോ വ്യൂസും നമ്മൾ താഴെ എത്തിക്കഴിയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. നമ്മൾ ഒരു ഡെസ്റ്റിനേഷൻ അച്ചീവ് ചെയ്തു. അങ്ങനെ ഒത്തിരി പോയിൻറ്റ്സ് ഉണ്ട്. അങ്ങനെ മാക്സിമം പോയിൻറ്റ്സ് എല്ലാ സ്ഥലങ്ങളും തന്നെ കവർ ചെയ്യണം എന്നോർത്താണ് ഞങ്ങൾ ഇതിനിറങ്ങി പുറപ്പെട്ടത്. നമ്മൾ അല്ലാത്തൊരു സ്ഥലത്തെത്തി കേട്ടോ. കണ്ടോ, ഇത് നേരെ കടലിൻ്റെ നമ്മൾ നല്ല ഹൈറ്റിൽ നിന്നാണ് താഴത്തേക്ക് ഇറങ്ങി വന്നത്. പക്ഷേ കണ്ടോ, താഴത്തി കഴിയുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ. അവിടെ വീണ്ടും നീലപ്പൊന്മാനെ കാണുന്നുണ്ട്. നല്ല രസമുള്ളൊരു സ്ഥലമാണ്. കണ്ടോ, കടലിങ്ങനെ നല്ല ഭംഗിയായിട്ടോ കാണാം. നമ്മൾ സമ്മറിലായിരുന്നെങ്കിൽ നമുക്ക് ഈ വെള്ളത്തിലൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാമായിരുന്നു. ഇപ്പോൾ ഇത് വിൻ്ററുമാണ്, മഴയാണ്. സേഫ്റ്റി മെഷേഴ്സ് കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ വെള്ളത്തിലേക്കൊന്നും ഇറങ്ങിയില്ല. ജസ്റ്റ് നമ്മൾ ഈ ഭാഗങ്ങളെല്ലാം ഒന്ന് കണ്ട് എൻജോയ് ചെയ്ത് നമ്മൾ തിരിച്ച് അടുത്ത സ്പോട്ട് തപ്പി കയറി പോവുകയാട്ടോ ചെയ്തത്. നമ്മൾ വീണ്ടും തിരിച്ച് കയറുവാണ്. കണ്ടോ, ഇവിടെയൊക്കെ മഴ പെയ്ത് നല്ല വഴുക്കലുണ്ട് കേട്ടോ. പിന്നെ കയറാൻ ഇച്ചിരി പാടാണ്. നമ്മൾ പയ്യെ സോണി ചേച്ചി എല്ലാ ശക്തിയും സ്വായത്തമാക്കി കയറുക കേട്ടോ. പിന്നാലെ ഞാനും കയറുന്നുണ്ട്. ഞങ്ങൾ 2 പേരുമാണ് ഈ ട്രിപ്പിലുള്ളത്. ജസ്റ്റ് നമുക്ക് എത്രത്തോളം കവർ ചെയ്യാൻ പറ്റും അത്രത്തോളം കവർ ചെയ്യണം എന്ന് ഓർത്തോട്ട് പോകുന്നു. ഞാനാണെങ്കിൽ വളരെ സൂക്ഷ്മമായി ഓരോന്നിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ജീവികളുണ്ടോ, വല്ല ജീവികൾ എവിടെയെങ്കിലും ഉണ്ടോ, നമ്മുടെ മേത്തേക്ക് ചാടുമോ, അങ്ങനെയൊക്കെ നോക്കിയാട്ടോ നമ്മൾ പതുക്കെയാട്ടോ പോകുന്നത്. എനിക്ക് ഒടുക്കത്തെ പേടിയാണ് പാമ്പിനെ. അപ്പം നമ്മളിങ്ങനെ പതുക്കെ. പക്ഷേ ഇവിടെ പോലും കണ്ടോ, ഈ സ്ഥലത്തിൻ്റെ പ്രത്യേകത കണ്ടോ, അവരിവിടെ പോലും റെസ്റ്റിംഗ് ചെയേഴ്സ് ഇട്ടിട്ടുണ്ട്, ബെഞ്ചൊക്കെ ഇതിൻ്റെ ഉള്ളിൽ കൊണ്ടുവന്നിട്ടിട്ടുണ്ട്. ഇതെല്ലാം നല്ല അത്യാവശ്യം ഉള്ളിലേക്കുള്ള സ്ഥലങ്ങളാട്ടോ. അപ്പോൾ അവിടെ പോലും അവർ ഇങ്ങനെ ചെയറും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിനി അടുത്തൊരു വഴി കണ്ടു. ഈ വഴി എങ്ങോട്ടാണെന്ന് നമുക്കറിയില്ല. നമ്മൾ വിചാരിച്ച് അങ്ങ് പോയി നോക്കാം, എന്താ ഉണ്ടാവുകയെന്നറിയാലോ. നമ്മൾ പതുക്കെ പോവാട്ടോ ആ വഴി കൂടെ. വഴിയെ പിടിച്ച് പക്ഷേ അങ്ങോട്ട് സ്റ്റെപ്പ് ഇട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിച്ചു ഓക്കെ അങ്ങോട്ടും കൂടി ഒന്ന് പോയി നോക്കാം, അവിടെ എന്താ ഉള്ളതെന്നൊന്ന് നോക്കിയിട്ട് വരാലോ എന്ന് ഓർത്തിട്ട് നമ്മളങ്ങ് പോവുകയാണ്. നേരത്തെ അവിടെ നിന്ന് കുറേ ആൾക്കാർ ഇങ്ങോട്ട് കയറി വരുന്നുണ്ടായിരുന്നു. സൈഡിലൊക്കെ കെട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് സേഫ്റ്റിയുടെ കാര്യങ്ങളൊന്നും പേടിക്കാനില്ല. പിന്നെ നമ്മളങ്ങ് പോയി നോക്കുവാണ് എങ്ങനെയുണ്ട്. കണ്ട പടവുകളാട്ടോ, മരപ്പലകൾ കൊണ്ടുള്ള സ്റ്റെപ്സാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. പക്ഷേ ഭയങ്കര രസമാട്ടോ ആ ഒരു സിറ്റി മുഴുവൻ. ഇതൊരു ബീച്ചാണ്, നമുക്ക് വണ്ടർ ചെയ്യാൻ പറ്റും. വലിയൊരു സിറ്റി ആയിട്ട് ഒരു ഡെവലപ്പ് ചെയ്തേക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ഈ കടൽ മുഴുവൻ കാണാൻ പറ്റും. നല്ല രസമാട്ടോ, നല്ല ശബ്ദമാണ്. കടൽ ഇങ്ങനെ ആർത്തിലമ്പി വരുന്നൊരു ശബ്ദം ഉണ്ടല്ലോ, ഭയങ്കര രസമല്ലേ. അങ്ങനെ ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. നമുക്ക് ഒരു കാര്യം ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് തോന്നി ഇനിയും ചെയ്യണം, ഒരുപാട് ചെയ്യണം എന്ന് നമുക്ക് തോന്നുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു എക്സൈറ്റ്മെൻറ്റിലാട്ടോ നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ അത്യാവശ്യം മഴ പെയ്യുന്നതുകൊണ്ട് ചെറിയൊരു പേടിയുണ്ട്. നമ്മളിതിന് സത്യം പറഞ്ഞാൽ നമ്മൾ ഇങ്ങനത്തെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ, ട്രക്കിങ്ങിനൊക്കെ പോകുമ്പോൾ കറക്റ്റ് ഷൂസൊക്കെ യൂസ് ചെയ്യണം നമ്മുടെ സേഫ്റ്റിക്ക്. പക്ഷെ ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഒരു ട്രക്കിംഗ് ഉണ്ടെന്ന് അറിയാത്തത് കൊണ്ട് നമ്മൾ സാധാ വാക്കിംഗ് ഷൂസ് ഇട്ടിട്ടാണ് പോയത്. ട്രക്കിങ്ങിന് പറ്റിയ ഷൂസല്ല നമ്മൾ ഇട്ടിരിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ വളരെ സൂക്ഷിച്ച് പയ്യെ കേട്ടോ. പിന്നെ മഴയും കൂടി ഉള്ളതുകൊണ്ട് ഇച്ചിരി കൂടി ഡേഞ്ചറാണല്ലോ. ഇത് വലിയൊരു കാടാട്ടോ. ഈ കാടിൻ്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ ഈ കടലിൻ്റെ ഓരോ വ്യൂസും കാണാൻ വേണ്ടിയിട്ട് ഇറങ്ങി നടക്കുന്നത്. നമ്മൾ കുറച്ചും കൂടി അങ്ങ് ഇറങ്ങി അതിൻ്റെ അറ്റം വരെ നിൽക്കാൻ പറ്റുമെന്ന് നോക്കുക കേട്ടോ. അങ്ങനെ അവിടേക്ക് വഴിയില്ല പ്രോപ്പറായിട്ട് ശരിക്കും. പക്ഷെ നമ്മളിങ്ങനെ കുട്ടികളൊന്നും ഇത് അനുകരിക്കരുത്. ഞങ്ങളൊരു ആവേശത്തിന് അങ്ങ് കയറി അങ്ങ് പോയതാണ്. ഇത് ശരിക്കും അലൗഡായിട്ടുള്ള സ്ഥലമാണ്. ഇവിടെ ഇഷ്ടം പോലെ പേരുണ്ട്. ഇപ്പം നിങ്ങൾക്ക് വീഡിയോ ഞങ്ങൾ 2 പേരെ കാണുന്നുള്ളൂ. പക്ഷെ ഞങ്ങളുടെ മുന്നിലും പിന്നിലൊക്കെ ആയിട്ട് ആൾക്കാരുണ്ട് കേട്ടോ. അങ്ങനെ ഇത് നമ്മൾ അടുത്ത് അവിടെ നിന്ന് തിരിച്ച് കയറി വന്നു. നമ്മളിപ്പോൾ കുറച്ച് നല്ലോണം ഉള്ളിലെത്തി കേട്ടോ.
ഇവിടെ നിറച്ച് ചെളിയാട്ടോ, മഴ പെയ്തിട്ട് നിറച്ച് ചെളിയാണ്. നമ്മൾ വീണ്ടും താഴേക്ക് ഇറങ്ങുവാണ്. താഴേക്കും മുകളിലേക്കൊക്കെ ആയിട്ട് വഴികളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ എന്താ ഈ ഒരു സൈഡ് കണ്ട് ഇവിടെയൊക്കെ നിറച്ച് അത്യാവശ്യം കാട് പോലെയാട്ടോ കിടക്കുന്നത്. ഞാനാണെങ്കിൽ പരിസരം മുഴുവൻ വീക്ഷിച്ചുകൊണ്ടാണ് ഞാനീ നടക്കുന്നത്. നല്ല പേടിയുണ്ട് ഉള്ളിൽ. ഓരോ മരത്തിൻ്റെ വള്ളി കാണുമ്പോഴും പാമ്പാണോ എന്നൊക്കെ തോന്നുന്നു. അരണേനെ കാണുമ്പോഴും ഞാൻ പാമ്പാന്ന് പറഞ്ഞ് ഓടുവാട്ടോ ചെയ്യുന്നത്. മഴയൊക്കെ പെയ്ത് അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ നല്ലോണം കിതച്ചു കേട്ടോ, ശരിക്കും വയ്യാതെയായി. കാരണം അത്യാവശ്യം ഹൈറ്റിൽ പോയി അതേ സ്പീഡിൽ നമ്മൾ താഴേക്ക് തിരിച്ചിറങ്ങി വരുക കേട്ടോ. പിടിച്ചൊക്കെയാണ് വരുന്നത്. അങ്ങനെ കയ്യിൽ വെള്ളമൊക്കെ എടുത്താണ് ഞങ്ങൾ പോയത്. കാരണം ഞങ്ങളോട് അവർ പറഞ്ഞിരുന്നു അത്യാവശ്യം ദൂരം നടക്കാനുണ്ട്, ടയേർഡാവുന്നു. അപ്പോൾ നമ്മൾ വെള്ളം കരുതിയിരുന്നു കേട്ടോ കയ്യിൽ. അങ്ങനെ നമ്മളൊരു ഊടുവഴി കണ്ടുപിടിച്ച് അതിലൂടെ ഉള്ളിലേക്ക് ഇറങ്ങുക കേട്ടോ. ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്നോ ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്ന് അറിയില്ല. അത്യാവശ്യം സ്ലിപ്പാണ് ഫ്ലോറ്. നമ്മൾ പയ്യെ പിടിച്ച് ഇറങ്ങുക കേട്ടോ. ചെളിയാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഫ്ലോറ് നല്ല സ്ലിപ്പറിയാണ്. ചുറ്റും കാടാണ്. ഇവിടെയൊന്നും ആൾക്കാരില്ല കേട്ടോ, ഞങ്ങൾ രണ്ടുപേരും മാത്രമായി ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ. അപ്പോൾ നമുക്ക് അതിൻ്റേതായ ഒരു പേടിയുണ്ട് ഉള്ളിൽ. പയ്യെ നടന്ന് നോക്കാമെന്ന് വിചാരിച്ച് അങ്ങ് ഇറങ്ങി പോകുന്നതാട്ടോ ഈ കാണുന്നത്. അങ്ങനെ പിന്നെ അങ്ങോട്ട് സ്റ്റെപ്പുണ്ട്, പക്ഷെ അവിടെയൊക്കെ ചെളി പിടിച്ച് കിടക്കുവാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു ചെയർ കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് മനസ്സിലായി ഓക്കെ ഇതൊരു നെക്സ്റ്റ് പോയിൻ്റാണ്, ഡെസ്റ്റിനേഷൻ പോയിൻ്റാണെന്ന് മനസ്സിലായി. അങ്ങനെ നമ്മൾ പതുക്കെ അങ്ങോട്ട് നടക്കുക കേട്ടോ. ഞാനാണെങ്കിൽ പതുക്കെ പോകുന്നത്, ചേച്ചി ഫ്രണ്ടിൽ പോകുന്നുണ്ട്. അങ്ങനെ നമ്മളിവിടെ എത്തിയിട്ട് ഇവിടുന്ന് കാണുന്ന വ്യൂ ഒരു രക്ഷയില്ല കേട്ടോ. ഭയങ്കര രസമുള്ളൊരു വ്യൂ ആട്ടോ. എൻ്റെ പൊന്നെ, നല്ല രസമായിട്ട് സ്ഥലം കാണാനായിട്ട്. നല്ല കാറ്റാണ്. ഞാനിത് വീണ്ടും പറയുന്നത് നമ്മളത്രയും ഒരു ഹാപ്പിനെസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടാട്ടോ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണം, അതാണ് ചേച്ചി നോക്കുന്നത്. അങ്ങോട്ട് ഇറങ്ങാനായിട്ട് വേറെ വഴിയൊന്നുമില്ല. നമ്മളങ്ങോട്ട് ചാടി. ഇവിടെ നമ്മളിപ്പോൾ നല്ല ടോപ്പിലാട്ടം നിൽക്കുന്നത്. ഇവിടെ ഒരു വചനം എഴുതി വെച്ചിട്ടുണ്ട്, ബൈബിളിലെ വചനമാണ്. സങ്കീർത്തനം 93:4 എഴുതിയിരിക്കുന്നത്. അതായത് വചനം ഇങ്ങനെയാണ്: സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളേക്കാൾ കർത്താവ് ശക്തനാണ്. അങ്ങനെയാട്ടോ ഈ വചനം എഴുതിയിരിക്കുന്നത്. അതാ ബോർഡ് വെച്ചിരിക്കുന്ന സ്ഥലമാട്ടോ ഇത്. അത് നമ്മൾ നല്ല ഹൈറ്റിലെത്തി. നമ്മൾ കടലിൽ നിന്ന് നല്ലോണം ഹൈറ്റിലെത്തി നടന്ന്. അപ്പോൾ ഏറ്റവും ഹൈറ്റിലെത്തിയപ്പോൾ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള പോയിൻ്റാണിത്. അവിടെ എഴുതി വെച്ചിരിക്കുന്ന വചനം കേട്ടോ ഇത് ഭയങ്കര അട്രാക്റ്റീവായിട്ടുള്ളൊരു വചനമാണ്. നമ്മൾ ഈ കടലിൻ്റെ ആർത്തിരമ്പൽ കേട്ടുകൊണ്ട് നമ്മൾ ഈ വചനം കേൾക്കുമ്പോൾ നമുക്കത് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്യും. അങ്ങനെ നമ്മളിവിടെ റെസ്റ്റ് എടുക്കാൻ തീരുമാനിച്ചു. നല്ല കാറ്റാണ്. നമ്മൾ ഈ കാറ്റും ഓക്സിജനൊക്കെ ശ്വസിച്ചിരിക്കുകയാണ്. നമ്മൾ നടന്നു വരുമ്പോൾ ഞാൻ പറഞ്ഞ ഓരോ ഡയലോഗുകളും ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണമെന്ന് വരെ ഞാൻ ഇങ്ങോട്ട് നടന്നു വരുമ്പോൾ പറയുന്നുണ്ടായിരുന്നു. അതൊക്കെ ഓർത്ത് ഞങ്ങൾ ചിരിക്കുക കേട്ടോ. അങ്ങനെ ഞങ്ങൾ വീഡിയോസ് എടുക്കുവാണ്, ചേച്ചീൻ്റെ വീഡിയോസൊക്കെ എടുക്കുവാണ്, ഞാൻ പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ളൊരു സ്ഥലം കേട്ടോ. ഒത്തിരി മരങ്ങളുണ്ട്, പക്ഷേ ഒടുക്കത്തെ പേടിയാണ്. ഞാനാണെങ്കിൽ ഫുള്ള് നോക്കിക്കൊണ്ടിരിക്കുക. ഞാനിവിടെ നിന്ന് ഒരു മരത്തിൻ്റെ മുകളിൽ പതുക്കെ കയറാൻ നോക്കിയിട്ട് പിന്നെ പെട്ടെന്ന് പേടിയായി. മരത്തുമ്പോൾ വല്ല പാമ്പുണ്ടോ എന്തെങ്കിലും ജീവികളുണ്ടോ നോക്കുക കേട്ടോ ഞാൻ. അങ്ങനെ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെൻ്റാണ്. ഭയങ്കര രസമാണ് കേട്ടോ. നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും ട്രക്കിങ്ങിനൊക്കെ പോകാൻ പറ്റുവാണെങ്കിൽ ഞങ്ങൾ പോകണം. രണ്ടും കൽപ്പിച്ച് അങ്ങ് പോകണം കേട്ടോ. അതിന് അത്യാവശ്യമായിട്ടുള്ള കുറച്ച് വെള്ളവും നല്ല ഷൂസൊക്കെ ഇട്ടിട്ട് അങ്ങ് പോകണം. കണ്ട എല്ലായിടത്തും ഇങ്ങനത്തെ ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇവിടെ ഈ ഏരിയയിൽ സ്പെസിഫിക്കായിട്ട് കാണുന്ന ജീവികളുടെ പടങ്ങളാട്ടോ വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിനെ കാണും, സർപ്രൈസ്ഡ് ആവണ്ട. പിന്നെ അതിനൊന്നും ചെയ്യരുത്. നമ്മൾ വല്ല മൃഗങ്ങളെയൊക്കെ എന്തെങ്കിലും ജീവികളൊക്കെ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല ഫൈൻ വരും കേട്ടോ. അവർക്കാണ് ഇവിടെ പ്രയോറിറ്റി. കാരണം ഇത് അവരുടെ ജീവിക്കേണ്ട സ്ഥലമാണല്ലോ, നമ്മൾ അതിൽ അതിക്രമിച്ച് കയറുവാണല്ലോ. അപ്പോൾ അവരുടെ സ്വൈര വികാരത്തെ നമ്മൾ ബുദ്ധിമുട്ടിക്കാനായിട്ട് പാടില്ല. അപ്പോൾ അവർക്കുള്ള പ്രൊട്ടക്ഷനുള്ള കാര്യങ്ങളെല്ലാം നമ്മളാണ് സൂക്ഷിക്കേണ്ടത്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ മെയിനായിട്ടുള്ള ഒരുവിധ എല്ലാ സ്ഥലങ്ങളും കഴിഞ്ഞ് നമ്മൾ ഇനി മെയിൻ ഏരിയയിലേക്ക് കടക്കുവാണ്. നമ്മളിത് വീണ്ടും സ്റ്റെപ്പ് കയറി പോവുക കേട്ടോ. ഇതെങ്ങോട്ടാണ് ചെല്ലുന്നതെന്നോ ലാസ്റ്റ് എന്താണെന്നൊന്നും നമുക്കറിയില്ല. നമ്മൾ അങ്ങ് പോവുകയാണ്. നമ്മൾ മുകളിലേക്ക് പോകും തോറും കണ്ടോ കടലാണ് ചുറ്റും. നമുക്ക് ശ്വാസം എടുക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ട് വരുന്നുണ്ട്. ബ്രീത്തിങ് ഡിഫിക്കൽറ്റി ഉണ്ട്. ഓക്സിജൻ ലെവൽ കുറയുന്നുണ്ടെന്ന് തോന്നുന്നു. നമ്മൾ പതുക്കെ കയറുകയാണ്. പിന്നെ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങ് കയറി നടന്ന് ചെല്ലുക കേട്ടോ. അപ്പോൾ അവിടെ ആൾക്കാർ കുറച്ചങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേനും നമുക്ക് പയ്യെ ആൾക്കാരെയൊക്കെ കാണാൻ പറ്റി തുടങ്ങി. കുറേ സമയം ഞങ്ങൾ ഒറ്റയ്ക്കായിരുന്നു. പിന്നെ മുകളിലേക്ക് എത്തും തോറും
നമ്മൾ ആൾക്കാരൊക്കെ അവിടെ ഉണ്ട് കേട്ടോ, ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. നമ്മളെക്കാളും നല്ല പ്രായമായ മനുഷ്യർ എന്ത് കൂളായിട്ടാണ് നടക്കുന്നതെന്നറിയോ. എനിക്ക് അവരുടെ പകുതി പോലും നടക്കാനുള്ള ആരോഗ്യമില്ല. ഞാൻ വളരെ ടയേർഡായി പോയായിരുന്നു. കാരണം നമ്മൾ അത്രയും നടന്നു. പിന്നെ നമ്മളങ്ങനെ ഡെയിലി നടക്കുന്നൊരു ശീലം നമുക്കില്ലല്ലോ. പക്ഷെ അവരൊക്കെ എന്ത് ഹെൽത്തിയാണെന്ന് ഞാൻ വിചാരിക്കുന്നത്. എന്ത് കൂളായിട്ട് അവർ നടക്കുന്നതെന്ന് അറിയാം. സോണി ചേച്ചി എന്നെക്കാളും നല്ല സ്പീഡിൽ നല്ല കൂളായിട്ടാണ് നടക്കുന്നത്. എനിക്ക് ചേച്ചിയുടെ അടുത്ത് എത്താൻ പോലും പറ്റുന്നില്ല. ഞാനൊരു സ്റ്റെപ്പിൽ നിന്ന് മറ്റു സ്റ്റെപ്പിൽ കയറുമ്പോൾ ശ്വാസം മുട്ടിച്ചാവാറായിട്ടാണ് നടന്നത്. ഇത് വേറൊരു ഡെസ്റ്റിനേഷനാണ് കേട്ടോ. സെയിം അതുപോലെ തന്നെ നമ്മൾ അതിനും ഹൈറ്റിലേക്ക് എത്തി. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് നമ്മൾ ആളുകളെയൊക്കെ കണ്ടു തുടങ്ങി. ഇതൊരു വേറൊരു സ്പോട്ടാണ്. ഇവിടെയൊക്കെ ആൾക്കാർ ഒത്തിരി പേരുണ്ട്, ഒത്തിരി പേര് വീഡിയോ എടുക്കുന്നുണ്ട്. പിന്നെന്താ, ഒത്തിരി ആൾക്കാർ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. ഫാമിലിയായിട്ടും തന്നെയായിട്ടും ഒക്കെ ആൾക്കാരുണ്ട്, ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട്. നല്ല മഴ തുടങ്ങി കേട്ടോ. മഴ നല്ലോണം പെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ മഴയത്താണ് നിൽക്കുന്നത്. ആകാശം പക്ഷേ സ്റ്റിൽ നല്ല ബ്ലൂ സ്കൈ ആട്ടോ. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഞങ്ങൾ കുറച്ച് നേരം ഇവിടെ ഇരുന്നു. കാരണം നമ്മുടെ എനർജി എല്ലാം നഷ്ടപ്പെട്ട് നമ്മൾ ഭയങ്കര ടയേർഡായിരുന്നു. നമ്മൾ ലാസ്റ്റ് സ്റ്റെപ്പ് ഇറങ്ങി തിരിച്ച് നമുക്ക് ആ ബീച്ചിൽ തന്നെ എത്തി കേട്ടോ. നമ്മളൊരു വഴിയിലൂടെ ലാസ്റ്റ് തിരിച്ച് റിട്ടേൺ വന്ന വഴിയിൽ നമ്മൾ ഈ ബീച്ചിലാണ് എത്തുന്നത്. അപ്പോൾ ഇതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ലൈഫിൽ എന്തെങ്കിലും യാത്ര ചെയ്യാനുള്ള അവസരങ്ങൾ വരുമ്പോൾ, ചെറിയ യാത്ര ആയിക്കോട്ടെ വലിയ യാത്ര ആയിക്കോട്ടെ, നിങ്ങളത് ഉപയോഗപ്പെടുത്തണം കേട്ടോ. നിങ്ങൾക്ക് ഒരുപാട് സന്തോഷം നൽകുന്ന കാര്യമാണ് യാത്ര ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി.